ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് പോയിന്റ്സ്. നമുക്ക് കുറച്ച് പോയിന്റുകൾ താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് കാണണം. നമുക്ക് ആകെ മെയിനായിട്ട് രണ്ട് ഇക്വേഷനാണ് അതിൽ വരുന്നത്, ഒന്ന് ഡിസ്റ്റൻസ് ഫോമിലെയും ഒന്ന് സെക്ഷൻ ഫോമിലെയും. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓരോ പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, ഒന്ന് 2, 3 ഒന്ന് 4, 1. ഇതിൽ ആരെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? x1 y1 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഫസ്റ്റത്തെ പോയിന്റിനെ x1 y1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? x2 y2 ആയിരിക്കും. ഇനി നേരെ തിരിച്ച് രണ്ടാമത്തെ വലിയ സംഖ്യയായ 4നെ ഞാൻ x1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ y1 ആയിട്ട് ആരെ തന്നെ എടുക്കണം? 1നെ തന്നെ എടുക്കുക. ദെൻ ഇതിനെ x2 y2 ആയിട്ട് എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ചെറുതെന്ന് വലുത് കുറച്ച് മൈനസ് വരും, പക്ഷെ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അതെന്താവും? പോസിറ്റീവ് ആവും. നിങ്ങൾക്ക് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുകൊണ്ട് നമ്മളുടെ ഇക്വേഷൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എടുക്കുന്നത് 4 മൈനസ് 2, x1നെ ഞാൻ 4 ആക്കിയിട്ട് എടുത്തു. സോ 4 മൈനസ് 2 ആൻഡ് 1 മൈനസ് 3 എന്ന് വരും. 4ന്ന് 2 പോയാൽ 2 കിട്ടും, 1ന്ന് 3 പോയാൽ മൈനസ് 2 കിട്ടും. പക്ഷെ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, മൈനസ് 2ൻ്റെ സ്ക്വയറും 4 ആണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം വൈകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ ആൻസർ കിട്ടും. നോക്കിയാ, ഇവിടെ 4ഉം 2ഉം ആണ്. 4ന്ന് 2 പോയാൽ എത്രയാണ്? 2 ആണ്. അതിൻ്റെ സ്ക്വയർ 4. ഇനി ഇത് 3ഉം 1ഉം ആണ്. ഓക്കെ, 3ന്ന് 1 പോയാൽ എത്രയാണ്? 2. അതിൻ്റെ സ്ക്വയർ 4. ഓക്കെ, അപ്പോൾ x1 y1 നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിൻ്റെ സ്ക്വയർ കാണുക. വൈകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിൻ്റെ സ്ക്വയർ കാണുക. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 + 4 8 കിട്ടുക, അതിന് റൂട്ടില്ല. അപ്പം ഞാനിതിനെ വേറൊരു രീതിയിൽ എഴുതി, നമുക്ക് ഷോർട്ടസ്റ്റ് ഫോമൊക്കെ മാറ്റാനും വേണ്ടിയിട്ട്. ഇവിടെ എത്ര 4 ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. ഇനി ഈ 4നെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 4ൻ്റെ റൂട്ട് 2 കിട്ടും. അപ്പോൾ 2 √2 എന്ന് കിട്ടും. √2ന് വാല്യൂ ഇല്ലല്ലോ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 √2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ -5 7 -1 3 എന്നാണ്. ഒന്നെങ്കിൽ -5 -1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -1 -5 എന്ന് കൊടുക്കാം. ഏത് കൊടുത്താലും ഒരേ ആൻസറാണ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ. -5 -1 7 -3 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 2 നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -5 + 1 ദ ഹോൾ സ്ക്വയർ. 7ന്ന് 3 പോയാൽ 4 കിട്ടും. ഇനി -5ഉം +1ഉം ആൻസർ എത്ര വരിക? -4 ആണ് വരിക. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 5 - 1 4 കിട്ടും, പക്ഷേ ഗ്രേറ്റസ്റ്റ് നമ്പറിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം -4. അപ്പോൾ -4 സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 16. ഇനി -4ൻ്റെ സ്ക്വയർ എത്രയാ? -4 × -4, അതും എത്ര വരും? 16 വരും. ഇവിടെ നേരത്തെ ഞാൻ ഈ 2 4 വന്നപ്പോൾ ചെയ്ത പോലെ എത്ര 16 ഉണ്ട്? 2 16 ഉണ്ട്. അപ്പോൾ 16 × 2. ഈ 16നെ ഞാൻ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ 16ൻ്റെ റൂട്ട് എത്രയാണ്? 16ൻ്റെ റൂട്ട് ഏത് സംഖ്യേനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്? 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, അല്ലേ? അപ്പോൾ 16നെ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്താവും? 4 ആവും. അപ്പോൾ 4 √2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് നമുക്ക് 2 √2 എന്നും കിട്ടി. രണ്ടാമത്തെ പോയിന്റ് ഡിസ്റ്റൻസ് എത്ര കിട്ടി? 4 √2 കിട്ടി. ഇനി അടുത്തത് നമുക്ക് പോയിന്റുകളല്ല, 2 ലെറ്ററുകളാണ്. ഏത് വന്നു കഴിഞ്ഞാലും ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കാണുക എന്നുള്ളത് നോക്കാം. അടുത്തത് AB - A - B എന്നാണ്.
ഓക്കെ, ഇവിടെയും സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം തന്നെ ഇവിടെ നോക്കുക, x1നെ ഞാൻ എ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് മൈനസ് എ എന്ന് വരും. അതേപോലെ ബി മൈനസ് മൈനസ് ബി എന്ന് വരും. ഓക്കെ, എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം എ മൈനസ്, ഫസ്റ്റത്തെ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്, രണ്ടാമത്തെ മൈനസ് x2ൻ്റെ കൂടെയുള്ള മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ എ പ്ലസ് എ എന്താ? എ പ്ലസ് എ 2a. എന്താ ബി പ്ലസ് ബി? 2b. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ നമ്പറിനും സ്ക്വയർ കൊടുക്കണം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. എന്റെ സ്ക്വയർ എ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, എന്റെ സ്ക്വയർ ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതാ ഈ 4 രണ്ടിടത്തും കോമൺ ആണല്ലോ. ഇതാ രണ്ട് ടേമിലും 4 ഉണ്ടല്ലോ. ഇവിടെ ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് ആണ്. നമ്മുടെ ഈ പ്ലസ് ആണ് ഇവിടെ വരിക കേട്ടോ, ഇൻറ്റു അവിടെ മാറിപ്പോയതാണ്. രണ്ടിലും ആര് കോമൺ ആണ്? 4 കോമൺ ആണ്. ഈ 4നെ ഞാൻ ഇങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്തെടുത്തു. റൂട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. 4നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ട്? ഇവിടുന്ന് ഫസ്റ്റത്തേന്ന് 4 പോയാൽ ബാക്കി ആരുണ്ട്? ഒരു എ സ്ക്വയർ ഉണ്ട്. രണ്ടാമത്തേന്ന് 4 പോയാൽ ആരുണ്ട്? ബി സ്ക്വയർ ഉണ്ട്. അപ്പോൾ 4നും കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? 4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇനി ഈ 4ന് റൂട്ടില്ലേ? അപ്പം 4ൻ്റെ റൂട്ട് പുറത്തെടുക്കുക. 4ൻ്റെ റൂട്ട് എത്രയാ? 2. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇതിന് സ്ക്വയറിന് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് എന്തില്ല? റൂട്ടില്ല. നേരെ മറിച്ച് ഇവിടെ ഈ പ്ലസിന് പകരം ഇൻറ്റു ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ റൂട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ, റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിനെ നമുക്ക് സ്ക്വയർ കളഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്ലസ് വരുമ്പോൾ ഈ എ സ്ക്വയർ ആണല്ലോ, അപ്പോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ ക്യാൻസൽ ആവുന്നുള്ള കൺസെപ്റ്റ് പ്രകാരം ഇതിൻ്റെ ആൻസർ 2a പ്ലസ് ബി എന്നൊന്ന് എഴുതി വെക്കരുത്. ഓക്കെ, കാരണം ഇവിടെ പ്ലസ് ആണ്. ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ദ ഹോൾ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ ക്യാൻസൽ ആയാണ്ട് എ ബി എന്നാവും. പക്ഷെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ നമ്പറുകൾ ലെറ്ററുകൾ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇൻറ്റു അല്ല, പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എ മൈനസ് മൈനസ് എ എന്ന് വരും, അത് പ്ലസ് ആയി. അപ്പോൾ എ പ്ലസ് എ, ഇവിടെ 2 മൈനസ് വന്നപ്പോൾ ബി പ്ലസ് ബി. അപ്പോൾ എ പ്ലസ് എ 2a ആയി, ബി പ്ലസ് ബി 2b ആയി. അതിന് ബ്രാക്കറ്റിൽ നിന്ന് സ്ക്വയർ കൊടുത്തപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, എൻ്റെ സ്ക്വയർ എ സ്ക്വയർ, പിന്നെ പ്ലസ് ആണ്, അപ്പോൾ ഇവിടെയും പ്ലസ്. 2ൻ്റെ സ്ക്വയർ 4, ബിൻ്റെ സ്ക്വയർ ബി സ്ക്വയർ. രണ്ടിലും ആര് കോമണാ? 4 കോമൺ ആണ്. അപ്പോൾ 4നെ പുറത്തെടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ആരുണ്ടാവും? ഫസ്റ്റത്തേന്ന് 4 പോയാൽ എ സ്ക്വയർ ഉണ്ടാവും, രണ്ടാമത്തേന്ന് 4 പോയാൽ ബി സ്ക്വയർ ഉണ്ടാകും. ദെൻ 4ൻ്റെ റൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ 4ൻ്റെ റൂട്ടിനെ ഞാൻ പുറത്ത് കൊടുത്തു. ഓക്കെ, 4ൻ്റെ റൂട്ട് എത്രയാണ്? 2. അപ്പോൾ 4ന് റൂട്ട് കാണുമ്പോൾ 2, മറ്റേതിന് എന്തില്ല? റൂട്ടില്ല. പ്ലസ് ആയതുകൊണ്ട് അതിന് റൂട്ടില്ല. അപ്പോൾ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മളുടെ പ്രോബ്ലംസ് ചില സമയത്ത് നമ്മൾ സിമ്പിൾ ആക്കാനും വേണ്ടിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആണെങ്കിൽ y1 മൈനസ് y2 മോഡ് y1 മൈനസ് y2 എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്നുണ്ട് നമ്മുടെ എക്സസൈസിലോട്ട്. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലായിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്നാണ് പറയുക കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോയിന്റിൻ്റെയും കോർഡിനേറ്റ് ജോമെട്രിയിലുള്ള ഏത് 2 പോയിന്റുകളുടെയും ഡിസ്റ്റൻസ് കാണാനതാ ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ബാക്കി ഇക്വേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ.